സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിനെതിരായുള്ള ജനവിധിയായിരിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിലൂടെ ജനം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് വടകര എം.എൽ.എ. കെ രമ. ഏറാമല, ഒഞ്ചിയം, അഴിയൂർ പഞ്ചായത്തുകളിൽ ഭരണം നിലനിർത്തുന്നതോടൊപ്പം ചോറോട് പഞ്ചായത്ത്, വടകര മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ ഭരണം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF എന്നും സ്ത്രീ പീഡകരെ കോൺഗ്രസ് സംരക്ഷിച്ചിട്ടില്ലെന്നും എം.എൽ.എ. മാധ്യമങ്ങളോട് പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും നല്ല പ്രതികരണം. കാരണം ഞങ്ങൾക്കിത് ഇലക്ഷൻ പ്രചരണത്തിന് പോയ സമയത്ത് തന്നെ സാധാരണ മനുഷ്യർ വലിയ തോതിൽ പ്രതികരിക്കുന്നത് കാണാൻ സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾ അത് ഭരണവിരുദ്ധത വളരെ കൃത്യമായിട്ട് ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരമായിട്ട് കൂടി ഈ ജനവിധി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏറാമലയിലടക്കം കടുത്ത മത്സരമാണ് നടക്കുന്നത്. അതെ, ഏറാമല, ഒഞ്ചിയം ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളിലും വളരെ ശക്തമായ മത്സരമാണ്. തിരിച്ചുപിടിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത്, നിലനിർത്താനുള്ള ശ്രമം മറ്റൊരു ഭാഗത്ത്. ഇത് വളരെ കൃത്യമായി ഈ ഭരണം തുടർന്നു പോകാൻ ഏറാമലയിലും ഒഞ്ചിയിലും അഴിയൂരിലും ഉൾപ്പെടെ ഈ ഭരണം തുടർച്ചയുണ്ടാകും. അതോടൊപ്പം ചോറോടും മുനിസിപ്പാലിറ്റിയും തിരിച്ചുപിടിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ആർഎംപിക്ക് വളരെ നല്ല രീതിയിൽ സീറ്റ് കൂടുതൽ ഇവിടെ മാത്രമല്ല, ഞങ്ങൾ പല സ്ഥലങ്ങളിലും തൃശ്ശൂർ, കുന്നംകുളം, കോഴിക്കോട് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും മത്സരിക്കുന്നുണ്ട്. അവിടെയൊക്കെ പാലക്കാടൊക്കെ മത്സരിക്കുന്നുണ്ട്. അവിടെയൊക്കെ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ളത് കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ സീറ്റ് ആർഎംപിക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യവുമുണ്ട്. സർക്കാരിനെ വിലയിരുത്തുന്ന ജനങ്ങൾ ആർഎംപി UDFന് പിന്തുണയ്ക്കുമെന്നാണോ പറയുന്നത്? അതെ, തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ജനവിരുദ്ധതയ്ക്കെതിരെ, ഭരണവിരുദ്ധതയ്ക്കെതിരെ ചിന്തിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ആർഎംപി UDFനെതിരെ വേണ്ടി വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ലൈംഗിക പീഡന പരാതികളൊക്കെ തന്നെ സ്ത്രീ വോട്ടുകൾ UDFിൽ നിന്ന് അകറ്റാൻ കാരണമാകും. അതിനൊരു സാധ്യതയുമില്ല. അത് തീർച്ചയായിട്ടും അതിനെതിരെ വളരെ കൃത്യമായ നടപടി കോൺഗ്രസ് എടുത്തു എന്നതുകൊണ്ട് തന്നെ അത്തരമൊരു നിലപാടിലേക്ക് സ്ത്രീകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവരെ സംരക്ഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വരികയുന്നു. പക്ഷേ സ്ത്രീ പീഡകരെ സംരക്ഷിച്ചിട്ടില്ല എന്നുള്ളത് ഈ കാര്യത്തിൽ കോൺഗ്രസിന് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. നടിയെ ആക്രമിച്ച കേസിൽ UDF കൺവീനർ ആദ്യം എടുത്തൊരു നിലപാട് വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് തിരുത്തിയെങ്കിലും അത് സ്ത്രീ വോട്ടർമാർക്കിടയിൽ എത്രത്തോളമാണ് സ്വാധീനം ഉണ്ടാക്കുന്നത്? അല്ല, അതിനെ അതിശക്തമായിട്ട് തള്ളി പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്. ഒരു കാരണവശാലും അത്തരം പരാമർശങ്ങളെ അംഗീകരിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ അപക്വമായ വർത്തമാനങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും പ്രതികൾക്കൊക്കെ അനുകൂലമായി സംസാരിക്കുന്നത് അത് വളരെ പ്രശ്നമാണ്. അതിന് ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. കോൺഗ്രസ് പ്രസ്ഥാനം അത് ആ സമയത്ത് തന്നെ തള്ളി പറയുകയും ചെയ്തിട്ടുണ്ട്. അത് വ്യക്തിപരമായ അഭിപ്രായമായിട്ട് മാത്രമേ പിന്നീട് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. പ്രാദേശിക വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? പ്രാദേശിക വിഷയവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയവും ചർച്ച ചെയ്യും. പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സംസ്ഥാന രാഷ്ട്രീയവും പ്രാദേശിക വിഷയവും വളരെ നന്നായി ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പിലാണ് ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ 10 വർഷക്കാലം കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവിധിയും കൂടി ഉണ്ടാകും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത. ഒഞ്ചിയത്തെ കഴിഞ്ഞ തവണ ഒരു വോട്ടിനാണ് LDFന് പോയത്. അതിന് എങ്ങനെയാണ്? അല്ല, ഒഞ്ചിയത്ത് ഒരു വോട്ടിന് ഒരു സീറ്റിന് ഇത് പോയി എന്നത്, ഞങ്ങൾ 2-3 പഞ്ചായത്തുകൾ ഒരു വോട്ടിനാണ് തോറ്റത്. അതും കൂടെ നമ്മൾ കാണണം. ഒരു വോട്ടിന് ഞങ്ങൾക്ക് സീറ്റ് നഷ്ടപ്പെട്ട പഞ്ചായത്തുകളുണ്ട്. അതുപോലെ അപര സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുതൽ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് തോറ്റ സ്ഥാനാർത്ഥികളുണ്ട്. അല്ലാണ്ട് അതൊന്നും കൃത്യമായി രാഷ്ട്രീയത്തിന് ആർഎംപിക്കോ UDFനോ എതിരായിട്ടല്ല വന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു സീറ്റിൻ്റെ വ്യത്യാസമുണ്ടായത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതിലൊക്കെ വളരെ ശക്തമായ രൂപത്തിൽ തിരിച്ചു വരും. 15-16 സീറ്റിലേക്ക് ഒഞ്ചിയത്തുൾപ്പെടെ വരുന്ന ഒരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അപരയുടെ കാര്യം പറഞ്ഞപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ അപരയിലുള്ള 2 പഞ്ചായത്തുകളാണ് ഒഞ്ചിയത്തും ചോറോടും ഒക്കെ. ഇവിടെ സമീപ പഞ്ചായത്തുകൾ അതൊക്കെ ബാധിക്കുമോ? അപരർ പൊതുവെ ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപരർക്ക് ഒരു സ്വാധീനം ഉണ്ടാവാറുണ്ട്. അതാണ് ഈ പ്രത്യേകിച്ചും 2008 ശേഷം, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇതുപോലെ അപര സ്ഥാനാർത്ഥികൾ വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഞാൻ മത്സരിച്ച സമയത്ത് 3 KK രമമാരായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ തുടർന്ന് ഇങ്ങനെ വരികയാണ്. അതാണ് കഴിഞ്ഞ ചോറോട് പഞ്ചായത്തിലൊക്കെ LDF ഭരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അവിടെ മത്സരിച്ച അപര സ്ഥാനാർത്ഥിക്ക് 73 വോട്ടും എതിർ സ്ഥാനാർത്ഥിക്ക് 12 വോട്ടിനാണ് ജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അപരന്മാർ വലിയ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പുകളിൽ വരുത്താറുണ്ട് എന്നുള്ളതാണ് അപര സ്ഥാനാർത്ഥികളെ വെച്ച് ഇവർ പോകുന്നത്. അതൊരു ശരിയായ രാഷ്ട്രീയ പോരാട്ടമല്ല എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രസ്താവന എന്ന് പറയുന്നല്ലോ കണ്ണൂരിൽ.
തീർച്ചയായിട്ടും ആ ഒരു പ്രസ്താവനയെക്കുറിച്ച് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നടത്തിയ പ്രസ്താവനയിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിയിൽ ഇതുപോലെ ആരോപണ വിധേയരായവർക്കെതിരെ നടപടിയെടുത്തതിന് ശേഷമാണ് അത്തരം പ്രസ്താവനകൾ നടത്തേണ്ടത്. അല്ലാത്തതെല്ലാം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കുന്നതായിട്ട് മാത്രമേ കാണാനുള്ളൂ. അത് സ്ത്രീ സമൂഹത്തിന് അനുകൂലമായ ഒരു പ്രസ്താവനയായിട്ട് ഒരു തരത്തിലും കാണാൻ സാധിക്കില്ല. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.